Hi all, welcome to Shadow Broadcasting Free Path IAS. I am Ridoraj. Let's continue learning Indian polity. So, ഇത്രയും നേരം ഒരുപാട് ഫീച്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി അടുത്തൊരു ഫീച്ചറാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇത് സ്ലൈഡ് ബ്ലാങ്ക് ആണെന്ന് കാണിക്കണ്ട, വിചാരിക്കണ്ട, നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതായിരിക്കും. എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? നമ്മുടെ കടമകൾ. ഓരോ പൗരൻ്റെയും കടമകളാണെന്ത് ദിസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നമ്മൾ റൈറ്റ്സ് മാത്രം എൻജോയ് ചെയ്താൽ മതിയോ? അവകാശങ്ങൾ മാത്രം മതിയല്ല, നമ്മൾ രാജ്യത്തോടും എന്തുണ്ടായിരിക്കണം? ഒരു കൂറും ഒരു കടപ്പാടും ഒരു കടമയും ഉണ്ടായിരിക്കണം. ആ കടമ എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ആശയമാണെന്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. 950 എന്താണ് 950 പ്രത്യേകത? നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം. 950 നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴുണ്ട്. അപ്പോൾ എങ്ങനെ വന്നതായിരിക്കാം? യെസ്, അമെൻമെൻറ്റ് വഴി വന്ന സാധനമാണ് ഇത്, നമ്മുടെ കടമകൾ. 42ാമത്തെ നമ്മുടെ ഭരണഘടനയുടെ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഇൻസേർട്ട് ചെയ്ത്. ഏതാണ് ഭേദഗതി? ഞാൻ പറഞ്ഞു, ഭേദഗതികൾ UPSC എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയ്ക്കകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഭേദഗതി ഏതാണെന്ന് ചോദിക്കുന്ന ഉത്തരം എന്താണ്? ഇറ്റ് വാസ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ക്ലിയർ? അന്ന് കൊണ്ടുവന്ന സമയത്ത് 10 ഡ്യൂട്ടീസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെസ്പെക്ട് നാഷണൽ ഫ്ലാഗ് ഓർ റെസ്പെക്ട് നാഷണൽ ആന്തം, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഒരു കടമയാണ്. ഇങ്ങനത്തെ ഒരു 10 ഡ്യൂട്ടീസ് അന്ന് കൊണ്ടുവന്നു. എപ്പോൾ? 42ാമത്തെ ഭേദഗതി വഴി കടമകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത സമയത്ത് ഇൻസേർട്ടഡ് 10 ഡ്യൂട്ടീസ്. അതിനുശേഷം പിന്നെയും ഡ്യൂട്ടീസ് അമെൻഡ് ചെയ്യപ്പെട്ടു. 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം നമ്മൾ ഒരു ഡ്യൂട്ടിയും കൂടി ആഡ് ചെയ്തു. പറഞ്ഞു തരാൻ കാരണം, കറൻ്റ്ലി വി ആർ ഹാവിങ് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇത് ഏതൊക്കെയാണെന്ന് നമ്മൾ വിശദമായിട്ട് നമ്മൾ വരുന്നൊരു ടോപ്പിക്കിൽ പഠിക്കുന്നതായിരിക്കും. തൽക്കാലം ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേക ഫീച്ചറാണെന്ന് മനസ്സിലാക്കാം. ഇത് കൊണ്ടുവന്നത് 42ാമത്തെ ഭേദഗതിയാണെന്ന് മനസ്സിലാക്കുക. അന്ന് കൊണ്ടുവന്ന സമയത്ത് 10 ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് 86ാമത്തെ ഭേദഗതി വഴി ഒരു ഡ്യൂട്ടിയും കൂടി ആഡ് ചെയ്തെന്നും നിലവിൽ നമുക്ക് 11 ഡ്യൂട്ടി ഉണ്ടെന്നും മാത്രം തൽക്കാലം മനസ്സിലാക്കുക. നമ്മൾ വിശദമായിട്ട് ഭാവിയിൽ പഠിക്കുന്നതായിരിക്കും ഓരോ 11 ഡ്യൂട്ടീസും. ക്ലിയർ? ദിസ് ഈസ് വാട്ട് മീൻ ബൈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമ്മൾ റൈറ്റ്സ് മാത്രം എൻജോയ് ചെയ്താൽ പോരാ, നമുക്ക് എന്തും കൂടി വേണം, ഒരു കടമയും വേണമെന്നുള്ള ബോധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് ദിസ് പ്രൊവിഷൻ ഇൻ ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് ഈസ് എമർജൻസി പ്രൊവിഷൻസ്. എമർജൻസി കേട്ടിട്ടുണ്ടോ? എന്താണ് എമർജൻസി? നത്തിങ് ബട്ട് അടിയന്തരാവസ്ഥ. അല്ല, എന്താണ് അടിയന്തരാവസ്ഥ? അപ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ എമർജൻസി? എമർജൻസിൻ്റെ മീനിങ് എന്താണ്? ഒരു അത്യാവശ്യ ഒരു ഡേഞ്ചർ വരാൻ പോവുകയാണ്, ഒരു ത്രെട്ട് വരാൻ പോവുകയാണ്. ആ ത്രെട്ട് വരുന്നതുമായി ബന്ധപ്പെട്ടും ആ ത്രെട്ടിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ഉള്ള പ്രൊവിഷൻസ് ആണ് വി കോൾ ഇറ്റ് ആസ് എമർജൻസി പ്രൊവിഷൻസ്. ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്ന കാര്യമായിക്കോട്ടെ, നമ്മുടെ ഭരണഘടനയെ ബാധിക്കുന്ന ഒരു കാര്യമായിക്കോട്ടെ, ഒരു എക്സ്ട്രീം ഡേഞ്ചർ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ ഡേഞ്ചർ സിറ്റുവേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന സംവിധാനമാണെന്ത്? എമർജൻസി പ്രൊവിഷൻസ്. ക്ലിയർ? അങ്ങനെ വി ആർ ഹാവിങ് 3 ടൈപ്സ് ഓഫ് എമർജൻസീസ്. വൺ ഈസ് നാഷണൽ എമർജൻസി. ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 352 ആണ്. വാട്ട് ഈസ് ആർട്ടിക്കിൾ മീൻസ്? എന്താണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? നമ്മുടെ ഭരണഘടനയിലെ ഓരോരോ പ്രൊവിഷൻ നമ്മൾ എന്ത് പറയുന്നു? ആർട്ടിക്കിൾ എന്ന് പറയുന്നു. ഓരോരോ പ്രൊവിഷൻസും നമ്പറിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഒരു നിയമങ്ങൾ എന്ന് പറയാം. ആ ഭരണഘടനാ പ്രൊവിഷൻസ് ഒരു നമ്പറിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 1, 2, 3, 4. അതിനെ വി കോൾ ഇറ്റ് ആസ് ആർട്ടിക്കിൾസ്. ക്ലിയർ? ഓരോരോ പ്രൊവിഷൻസിനെയും ഒരു നമ്പറിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ നമ്പറിങ്ങിനെ വി കോൾ ഇറ്റ് ആസ് ആർട്ടിക്കിൾ. അങ്ങനത്തെ ആർട്ടിക്കിൾ 352 ആണ് നാഷണൽ എമർജൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സ്റ്റേറ്റ് എമർജൻസി. അതിൻ്റെ മറ്റൊരു പേരാണ് രാഷ്ട്രപതി ഭരണം ഓർ പ്രസിഡൻസ് റൂൾ. അതിൻ്റെ മറ്റൊരു പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി. ഈ 3 പദം കേട്ടാൽ എല്ലാം എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്.
സ്റ്റേറ്റ് എമർജൻസി ആയിക്കോട്ടെ, പ്രസിഡൻസ് റൂൾ ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ആയിക്കോട്ടെ, എല്ലാം ഒന്ന് തന്നെയാണ് അണ്ടർ ആർട്ടിക്കിൾ 356 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. മൂന്നാമത്തെയാണ് ഫിനാൻഷ്യൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 360 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് നാഷണൽ എമർജൻസി എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ രാജ്യം ഒരു ത്രെട്ട് ഫേസ് ചെയ്യാണ്. ഒരു വാർ മൂലമായിക്കോട്ടെ, എക്സ്റ്റേണൽ അഗ്രഷൻ മൂലമായിക്കോട്ടെ, ആംഡ് റിബല്യൻ ആയിക്കോട്ടെ. സോ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആംഡ് റിബല്യൻ, സോ ഇന്ത്യ ഈ മൂന്നാമത്തെ ഏതെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രപതിക്ക് നാഷണൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവുന്നതാണ്. അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ മൊത്തം കൺട്രോളും ആരുടെ കയ്യിലേക്ക് പോവും? കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് പോവും. ആ സമയത്ത് സംസ്ഥാനങ്ങളെ വരെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? കേന്ദ്രമായിരിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ നോർമൽ ഫെഡറൽ സംവിധാനം ഉണ്ടല്ലോ, കേന്ദ്ര സംസ്ഥാനത്ത് വേറെ അധികാരമുണ്ടെന്ന് പറയുന്ന സംവിധാനം. സോ നാഷണൽ എമർജൻസി വരുമ്പോൾ ഈ സംവിധാനം, ഈ ഫെഡറൽ സംവിധാനം സസ്പെൻഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതിൻ്റെ അർത്ഥം ആ സമയത്ത് സംസ്ഥാനങ്ങളുടെ മണ്ടയ്ക്കും ആധിപത്യം ആർക്കുണ്ടായിരിക്കും? നമ്മുടെ കേന്ദ്രത്തിനുണ്ടായിരിക്കും. ദാറ്റ് ഈസ് വാട്ട് മീൻ ബൈ ദിസ് എമർജൻസി പ്രൊവിഷൻസ്. സോ ഒരു വാർ മൂലമോ എക്സ്റ്റേണൽ അഗ്രഷൻ വഴിയോ ആംഡ് റിബല്യൻ വഴിയോ നമ്മൾ ഇന്ത്യ ഒരു ത്രെട്ട് ഫേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും സാധ്യമാണ്. അന്ന് മുതൽ എമർജൻസി കഴിയുന്നത് വരെ സംസ്ഥാനങ്ങൾ, അതിൻ്റെ ഇന്ത്യ മൊത്തം കണ്ട ആർക്ക് മാത്രമായിരിക്കും? അൾട്ടിമേറ്റ് കൺട്രോൾ കേന്ദ്രത്തിന് മാത്രമായിരിക്കും. സംസ്ഥാനം എന്ത് ചെയ്യണമെന്ന് പോലും തീരുമാനിക്കുന്ന ആരായിരിക്കും? കേന്ദ്രമായിരിക്കും. അതുപോലത്തെ മറ്റൊരു സംവിധാനമാണെന്ത്? സ്റ്റേറ്റ് എമർജൻസി ഓർ രാഷ്ട്രപതി ഭരണം. ഇതൊക്കെ നമ്മൾ ഭാവിയിൽ പഠിക്കുന്ന ടോപ്പിക്കാണ് കേട്ടോ. നമ്മൾ മൊഡ്യൂൾ 26 ഇതൊക്കെ വിശദമായിട്ട് പഠിക്കുന്നതാണ്. തൽക്കാലം ഒരു ഐഡിയ മാത്രം തരുന്നുവെന്ന് മാത്രം. എന്താണ് സ്റ്റേറ്റ് എമർജൻസി? ഒരു സംസ്ഥാനം ഭരണഘടന വിരുദ്ധമായിട്ടാണ് ഗവർണൻസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, റിപ്പീറ്റ് വൺസ് അഗൈൻ, ഒരു സംസ്ഥാനം ഭരണഘടനാ പ്രൊവിഷനെ ഫോളോ ചെയ്യാതെയാണ്, ഒരു ഭരണഘടനാ പ്രൊവിഷൻ ലംഘിച്ചുകൊണ്ടാണ് ഗവേൺ ചെയ്ത് പോകുന്നതെങ്കിൽ അത്തരം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനും അവിടെ രാഷ്ട്രപതിക്ക് നേരിട്ട് ഭരണം നടത്താവുന്ന ഒരു മെക്കാനിസമാണ് എന്ത്? സ്റ്റേറ്റ് എമർജൻസി. അസ്യൂം ഇപ്പോൾ കേരള സർക്കാർ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഗവർണൻസ് മുന്നോട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുവന്ന് വിചാരിക്കുക. അത് നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ രാഷ്ട്രപതി എന്ത് ചെയ്യും? അത്തരം ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചു വിടുന്നതായിരിക്കും. അപ്പോൾ അന്നത്തെ സർക്കാരിന് പകരം അവിടെ ആര് ഭരണം നടത്തുന്നതായിരിക്കും? രാഷ്ട്രപതി ഭരണം നടത്തുന്നതായിരിക്കും. എവിടെ? ആ സംസ്ഥാനത്തിൽ. ദാറ്റ് ഈസ് വാട്ട് മീൻ ബൈ പ്രസിഡൻസ് റൂൾ. മറ്റൊരു എമർജൻസിയാണ് ഫിനാൻഷ്യൽ എമർജൻസി. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇന്ത്യ മൊത്തമായിക്കോട്ടെ, ഏതെങ്കിലും സംസ്ഥാനങ്ങളായിക്കോട്ടെ, ഇന്ത്യയിൽ ഏതെങ്കിലും ഭാഗമായിക്കോട്ടെ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ ബാധിക്കുന്ന അവസ്ഥ വരികയാണെങ്കിൽ, നമ്മുടെ ഫിനാൻഷ്യൽ കൈകാര്യങ്ങൾ വളരെ മോശമായിട്ട് പോവുകയാണെങ്കിൽ, അപ്പോഴും ആ ഒരു ഭാഗത്തിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ആരേറ്റെടുക്കും? കേന്ദ്രം ഏറ്റെടുക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് സർക്കാരിൻ്റെ വളരെ പുവർ ആണെന്ന് വിചാരിക്കുക, വളരെ മോശമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ എമർജൻസി ഇവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ പിന്നെ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ സംസ്ഥാനം ആര് പറയുന്ന പോലെ കേട്ടേ മതിയാകൂ, കേന്ദ്രം പറയുന്നത് പോലെ കേട്ടേ മതിയാകൂ. ദാറ്റ് ഈസ് വാട്ട് മീൻ ബൈ ഫിനാൻഷ്യൽ എമർജൻസി. സോ ഏതൊരു എമർജൻസി ആയിക്കോട്ടെ, അധികാരം ആർക്ക് പോകുന്നതായിരിക്കും? കേന്ദ്രത്തിന് പോകുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചും വ്യക്തമായിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. തൽക്കാലം ഒരു ഐഡിയ മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുക. ദിസ് ഈസ് വാട്ട് മീൻ ബൈ എമർജൻസി പ്രൊവിഷൻസ്. പറയാൻ കാരണം ഇതും നമ്മുടെ ഭരണഘടന എന്ത് തന്നെയാണ്? ഒരു സവിശേഷത തന്നെയാണെന്ന് തൽക്കാലം മനസ്സിലാക്കുക. വി ആർ ഹാവിങ് 3 types ഓഫ് എമർജൻസീസ്. ഏതൊക്കെയാണ്? നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ ഇത് +4 356, ഫിനാൻഷ്യൽ എമർജൻസി ഇത് +4 360 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്ത ഒരു സവിശേഷതയാണ് ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്. ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് വിച്ച് മീൻസ് സ്വതന്ത്രമായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന കുറച്ച് സ്ഥാപനങ്ങൾ. ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ,
ഓർ സുപ്രീം കോടതി, ഹൈക്കോടതി, ഓർ പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ മാത്രമാണോ ഉള്ളൂ? അല്ല. സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ഭരണഘടനയുടെ ചില പ്രത്യേക ഡ്യൂട്ടീസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമുക്ക് എന്തുണ്ട്? പ്രത്യേക സ്ഥാപനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, വി ആർ ഹാവിങ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അല്ലേ? ഇപ്പോൾ ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര സർക്കാരാണോ? അല്ല. പാർലമെൻ്റ് ആണോ? അല്ല. ജുഡീഷ്യറി ആണോ? അല്ല. പകരം ആരാണ്? ഒരു പ്രത്യേക സ്വതന്ത്രമായിട്ടുള്ളൊരു സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. എന്തിനു വേണ്ടി? ടു കണ്ടക്ട് ഇലക്ഷൻസ്. ഇങ്ങനെ നമ്മുടെ ഭരണഘടനാ പ്രകാരമുള്ള പ്രത്യേക ചുമതലകൾ വഹിക്കുന്ന പ്രത്യേക സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ദാറ്റ് ഈസ് വാട്ട് മീൻ ബൈ ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്. ഓൾസോ സി, ഹാവ് യു ഹേർഡ് ദി ടേം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ? ഈ ടേം കേട്ടിട്ടുണ്ടോ? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നമ്മൾ ഷോർട്ടായിട്ട് അതിനെ CAG എന്നും പറയുന്നു. എന്താണ് ഓഡിറ്റ് ചെയ്യുക മീൻസ്? നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുക, കണക്കപ്പുള്ളിയാണ് ആര്? CAG. സോ കേന്ദ്ര സർക്കാരിൻ്റെ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ ആയിക്കോട്ടെ ധനകാര്യ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഓഫീസറാണ്, കോൾഡ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇത് പ്രത്യേക സ്ഥാപനമാണ്. പോട്ടെ, ഈ ടേം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇതും എന്താണ്? ഒരു പ്രത്യേക സ്വതന്ത്ര സ്ഥാപനമാണ്. ഇവരുടെ ഡ്യൂട്ടി എന്താണ്? റിക്രൂട്ട്മെൻറ്റ് മാത്രമാണ്, അല്ലേ? അല്ലാണ്ട് UPSC ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. UPSC ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇലക്ഷൻ കമ്മീഷൻ IAS IPS റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ പ്രത്യേക ഫങ്ഷൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുണ്ട്? പ്രത്യേക സ്വതന്ത്ര ചുമതലയുള്ള ഒരു സ്വതന്ത്രം സ്ഥാപനങ്ങളുണ്ട്. ദാറ്റ് ഈസ് വാട്ട് മീൻ ബൈ ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്. പറഞ്ഞു തരാൻ കാരണം, ഇങ്ങനെ പല സ്ഥാപനങ്ങളെക്കുറിച്ചും ആര് പറയുന്നു? നമ്മുടെ ഭരണഘടന പറയുന്നു. ഇങ്ങനെ പലതിനെയും കുറിച്ചും പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ ഭരണഘടന ബിക്കംസ് ദി ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. മനസ്സിലായോ? കാരണം എന്താണ്? ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ആര് പറയുന്നു? നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. സോ ദിസ് ഈസ് വാട്ട് മീൻ ബൈ ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്. ഡെമോക്രസിക്ക് മോർ വാല്യൂസ് കൊടുക്കുന്ന മറ്റൊരാശയമാണ് 3 ടയർ ഗവൺമെൻറ്. 3 ടയർ ഗവൺമെൻറ് എന്താണ്? 3 ടയർ മീൻസ് ഉദ്ദേശിക്കുന്നത് 3 ലെയർ ഓഫ് ഗവൺമെൻറ്. ടയർ 1 ഗവൺമെൻറ്, ടയർ 2 ഗവൺമെൻറ്, ടയർ 3 ഗവൺമെൻറ്. എന്താണ് ടയർ 3? എന്താണ് ടയർ 1? യൂണിയൻ ഗവൺമെൻറ് ഒരു കേന്ദ്ര സർക്കാർ. എന്താണ് ടയർ 2? സംസ്ഥാന സർക്കാർ. അപ്പോൾ എന്തായിരിക്കാം ടയർ 3? നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾ. അതും എന്തു തന്നെയാണ്? ഒരു തരം ഓഫ് ഗവൺമെൻറ് മെക്കാനിസം തന്നെയാണ്. സോ നമ്മുടെ ഭരണഘടന 3 ടയർ ഓഫ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, സംസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ സംവിധാനത്തിൻ്റെ മറ്റൊരു പേരാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പറഞ്ഞു വരാൻ കാരണം, നമുക്ക് കേന്ദ്രം മാത്രമല്ല സംസ്ഥാനവും മാത്രമല്ല അതിന് താഴെയും കൂടി എന്തുണ്ട്? പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സംവിധാനങ്ങളുണ്ട്. ദിസ് മീൻസ് നമ്മൾ ജനാധിപത്യം നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെ ആരാ ചൂസ് ചെയ്യുന്നത്? നമ്മളാണ്. നമ്മുടെ വാർഡ് മെമ്പർ എലക്ട് ചെയ്യുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, അല്ലേ? സോ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെ, ജനപ്രതിനിധിയെ ചൂസ് ചെയ്യാനുള്ള അവകാശത്തെ ഏറ്റവും താഴെ ലെവലിലേക്ക്, നമ്മുടെ ഗ്രാമങ്ങളുടെ ലെവലിലേക്ക് വരെ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമാണെന്ത്? 3 ടയർ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശയത്തിൻ്റെ മറ്റൊരു പേരാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും താഴെ ലെവലിലേക്ക് എത്തുന്ന മെക്കാനിസം. അപ്പോൾ എന്താണ് ഡെമോക്രാറ്റിക് മീൻസ്? ഡെമോക്രസി എന്ന് പറയുന്ന ആശയത്തെ, ജനപ്രതിനിധികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്ന ആശയത്തെ ഏറ്റവും ഗ്രാസ് റൂട്ട്സ് ലെവലിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും താഴെ ലെവലിലേക്ക് എത്തിച്ചുകൊടുക്കുന്ന സംവിധാനമാണ് ദിസ് ഡെമോക്രാറ്റിക്, വിച്ച് നത്തിങ് ബട്ട് അവർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മുടെ ഭരണഘടന തന്നെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സ്ഥാപനങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പഞ്ചായത്തുകൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ, പഞ്ചായത്തുകളെ ഭരണഘടന റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് 73ാമത്തെ ഭരണഘടന ഭേദഗതി വഴിയാണ്. മുനിസിപ്പാലിറ്റീസ് ഭരണം റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്
74ാമത്തെ ഭരണഘടന ഭേദഗതി വഴിയാണ്. സോ റിപ്പീറ്റ് വൺസ് അഗൈൻ, ഏതൊക്കെ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു? സോ 73 is regarding the constitutional recognition for panchayats and 74 regarding constitutional recognition for municipalities. Clear? Fine. ഒരു ചെറിയ ഒരു ടോപ്പിക് കൂടി നോക്കാണ്ട്, നത്തിങ് ബട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? നമ്മുടെ സഹകരണ സംഘ പ്രസ്ഥാനങ്ങൾ അല്ലേ? നമ്മുടെ മിൽമ പോലത്തെ അല്ലെങ്കിൽ സഹകരണ ബാങ്ക് പോലത്തെ സഹകരണ സംഘ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആശയമാണെന്ത്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നത്തിങ് ബട്ട് ഒരു സഹകരണ സംഘം തുടങ്ങാനുള്ള അവകാശം നമ്മൾ എന്ത് തന്നെയാണ്? ഒരു മൗലിക അവകാശമാണെന്ന് വ്യക്തമായിട്ട് പറയുന്നു. സോ വി ക്യാൻ സ്റ്റാർട്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് കൊണ്ടുവന്ന ഭേദഗതിയാണ് 97ാമത്തെ ഭരണഘടനാ ഭേദഗതി. സോ 73 റിഗാർഡിംഗ് പഞ്ചായത്സ്, 74 റിഗാർഡിംഗ് മുനിസിപ്പാലിറ്റീസ്, 97 റിഗാർഡിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ക്ലിയർ? സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ ദി ടൈം ബീങ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. സീ യു ദെൻ. ബൈ.